കോന്നി മലയോര മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായി നിർമ്മിച്ച ആനകുത്തി കുമ്മണ്ണൂർ റോഡിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോന്നി മുളന്തറ ജനകീയ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കോന്നി PWD ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുക, ഓടകൾ നിർമ്മിക്കുക, നിലവിലുള്ള ഓടകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജനകീയ സമിതി സമരം സംഘടിപ്പിച്ചത്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. ആ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അനുബന്ധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാത്തതിനാൽ കാൽനട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികളും തുടങ്ങി നിരവധി പേർക്ക് പ്രയോജനം ചെയ്യേണ്ട കോന്നി മണ്ഡലത്തിലെ കുമ്മണ്ണൂർ ആനകുത്തി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയാണ് അവിടെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് റഷീദ് മുളന്തറ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഷീദ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? ഞങ്ങളുടെ ആവശ്യം ആനകുത്തി കുമ്മണ്ണൂർ ഐരവൻ റോഡിന്റെ ഇപ്പോൾ പണി ഏകദേശം തീർന്നു കഴിഞ്ഞു എന്ന് പറയാം. അതിൻ്റെ വേണ്ടപ്പെട്ടിടത്ത് ഓടകൾ എടുക്കുകയോ എടുത്ത ഓടകൾക്ക് കോൺക്രീറ്റ് സ്ലാബ് ഇടുകയോ ചെയ്തിട്ടില്ല. റോഡിന്റെ രണ്ട് സൈഡും കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കട്ടിങ് ഉണ്ട്. അതുകൊണ്ട് സ്കൂട്ടറുകാർ അപകടത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട PWD റോഡ് സെക്ഷനിലും ബഹുമാനപ്പെട്ട മന്ത്രിക്കും എല്ലാം നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് പക്ഷേ ഇത് നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഈ റോഡുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നത്? അച്ചൻകോവിൽ റോഡിന്റെ ഇതിപ്പം ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ആനകുത്തി കുമ്മണ്ണൂർ മെഡിക്കൽ കോളേജ് റോഡിന്റെ അത് വേറെയാണ്. ഞങ്ങൾ സമരത്തിന് വന്നേക്കുന്നത് ആനകുത്തി കുമ്മണ്ണൂർ ഐരവൻ റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അവരെ റോഡ് കൃത്യമായിട്ട് പലയിടത്തും ശരിക്കും പണിതിട്ടില്ല. BMBC അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഓടകൾ വേണം, ഓടകൾ പുറത്ത് സ്ലാബ് ഇടണം, കൃത്യമായ കാര്യങ്ങളൊക്കെ നടപ്പാക്കണം. എന്തെന്നാൽ വെള്ളം കെട്ടി നിന്നാൽ ഈ റോഡ് പെട്ടെന്ന് നശിച്ചു പോകും എന്നുള്ള കാരണത്താലാണ് പല ഭാഗത്തും കൃത്യമായിട്ട് കോൺട്രാക്ടർമാർ ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടുള്ളത്. ഈ റോഡിൽ കൂടി സ്കൂളോ മറ്റ് ഹോസ്പിറ്റലോ അനുബന്ധ സ്ഥാപനങ്ങളോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ റോഡിൻ്റെ ഈ മെയിനായിട്ട് നമ്മുടെ അനൗത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് കുമ്മണ്ണൂരാണ്. കുമ്മണ്ണൂർ അറ്റവശം ഐരോണ് കറങ്ങി വരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് വേറെയാണ്. അത് നല്ല രീതിയിൽ വേറെയാണ്. നല്ല രീതിയിൽ അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന റോഡിനും ചില ഭാഗങ്ങളിൽ വൃത്തിക്ക് ജോലി ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഗങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഈ മാമനാൽ കുമ്മണ്ണൂർ ഐറോണിന്റെ ചില ഭാഗങ്ങൾ ഇവര് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മഴക്കാലം ആകുമ്പോഴേ അപകടങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും. കാരണം ഓടയില്ലെങ്കിൽ ഈ എക്സാമ്പിൾ നമ്മുടെ മാമനാൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് മൊത്തം റോഡിലോട്ട് വീഴുകയാണ്. അപ്പോൾ അപകട സാധ്യത അവിടെ കൂടുതലാണ്. എന്തെന്നാൽ അവിടെ ഓട എടുത്തിട്ടില്ല. അതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട എല്ലാ ആൾക്കാരെയും അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഐരവൺ യൂണിറ്റിൻ്റെയും മുളന്തറ പൗരസമിതിയുടെയും പേരിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഈ ധാരണയ്ക്ക് മുന്നിട്ടിറങ്ങിയത്. മലയോര മേഖലയായതിനാൽ ഈ ടാറിങ് ചെയ്യുമ്പോൾ കട്ടിങ് ഉണ്ട്, സൈഡിന്റെ കട്ടിങ് വരാറുണ്ട്. അപ്പോൾ ഒരു വശത്തു കൂടി ബസ്സുകളോ മറ്റോ കാറുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൂ വീലറോ അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്കൊക്കെ അപകടം സംഭവിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ കട്ടിങ് ഉള്ളത് ഒരു 2 അടിയിൽ അവർ കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പല ഭാഗത്തും ചെയ്തിട്ടില്ല. ആയതിനാൽ ഈ ടൂ വീലറുകാർക്കും സ്കൂളിലും മറ്റും പോകുന്ന കുട്ടികൾക്കും അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഓടയെടുക്കാത്തത് കൊണ്ട് പല ഭാഗത്തും മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് റോഡിലോട്ട് മറിയുകയാണ്. ഈ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് എഞ്ചിനീയർക്ക് എന്തെങ്കിലും നിവേദനം കൊടുത്താൽ? ഇന്ന് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ബന്ധപ്പെട്ടവരുമായിട്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും രണ്ടാമതായിട്ട് PWD ഓഫീസിൽ നിവേദനം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലേക്കുള്ള ഈ റോഡിന്റെ അപര്യാപ്തത എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് പൗരസമിതിയുടെ ആവശ്യം. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.